സോ ഗുഡ് ഈവനിങ് ഓൾ. ആദ്യം തന്നെ എല്ലാവർക്കും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ പ്രോഗ്രാമിനെ തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നോയിങ് ആൻഷ്യന്റ് ഇന്ത്യ ഫോർ UPSC എന്ന രീതിയിൽ. ഇത് നമ്മുടെ പാർട്ട് 1 ആണ്. ഇന്ന് നമ്മൾ എങ്ങനെ ആൻഷ്യന്റ് ഇന്ത്യ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ആൻഷ്യന്റ് ഇന്ത്യ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, അതാണ് സിംപ്ലി നമ്മൾ ഇന്നത്തെ ഒരു സെഷനിലൂടെ മെയിൻലി ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പറയുന്നില്ല. മറിച്ച് നിങ്ങൾ ആൻഷ്യന്റ് ഇന്ത്യ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചില നല്ല കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ആൻഷ്യന്റ് ഇന്ത്യയെ കുറിച്ച് ഒരു ഓറിയന്റേഷൻ പറയും. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ദാറ്റ്സ് എ ഫ്രെയിംവർക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ടു ആൻഷ്യന്റ് ഇന്ത്യ. എന്താണ് ആക്ച്വലി ആൻഷ്യന്റ് ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മളിൽ തന്നെ പലരും കൂടുതൽ സമയം പഠിച്ചവരുണ്ടാകാം, അല്ലെങ്കിൽ പഠനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നവരുണ്ടാകാം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ ഓറിയന്റേഷൻ എന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് UPSCക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിനെ നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അല്ലെ, അത് എല്ലാവരും സെപ്പറേറ്റ്ലി ആണ് പലരും പലപ്പോഴും പഠിക്കുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഒന്നും കൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആൻഷ്യന്റ് ഇന്ത്യയും ഈ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഒരു 50% പോർഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റഗ്രേറ്റ് ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് കൂടുതൽ ഓർത്തിരിക്കാനും പറ്റും. സാധാരണ നിങ്ങൾ ഈ ഹിസ്റ്ററി ആൻഡ് എസ്പെഷ്യലി ആൻഷ്യന്റ് ഇന്ത്യ അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ ഒരുപാട് പഠിക്കാനുണ്ട്, ഒന്നും ഓർമ്മയില്ല എന്നുള്ള ഒരു പരാതി ആയിരിക്കും പലരും പറയുന്നുണ്ടാവുക. അതിൽ നിന്ന് മാറാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ദാറ്റ് ഈസ് അവർ മെയിൻസ് സിലബസ്. മെയിൻസിന്റെ സിലബസിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. കാരണം പ്രിലിംസിന് പ്രത്യേകിച്ച് സിലബസ് ഇല്ലാന്ന് നമുക്കറിയാം. പക്ഷെ മെയിൻസിന് GS 1 സ്പെസിഫിക്കലി ഈ ആൻഷ്യന്റ് ഇന്ത്യ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിലബസ് പറയുന്നത് ഇങ്ങനെയാണ്: ദാറ്റ് ഈസ് ഇന്ത്യൻ കൾച്ചർ ദാറ്റ് കവേഴ്സ് ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ലിറ്ററേച്ചർ, ആർട്ട് ഫോംസ് ആൻഡ് ആർക്കിടെക്ചർ. ഓക്കെ, 3 പ്രധാനപ്പെട്ട എലമെന്റുകൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. വൺ ഈസ് ദ ലിറ്ററേച്ചർ, ദെൻ ആർട്ട് ഫോംസ്, ദെൻ ആർക്കിടെക്ചർ. ദാറ്റ് ഈസ് ഫ്രം ആൻഷ്യന്റ് ടു മോഡേൺ ടൈംസ് മുഴുവനുണ്ട്. മറിച്ച് ഇവിടെ നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആൻഷ്യന്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലിറ്ററേച്ചറുകൾ എന്തൊക്കെയാണ്, അവിടെ ഉണ്ടായിരുന്ന ആർട്ട് ഫോംസ് എന്തൊക്കെയാണ്. ഈ ആർട്ട് ഫോംസ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് നമുക്ക് പറയാം, ദെൻ മ്യൂസിക്സ് പറയാം, ദെൻ പെയിന്റിംഗ് രീതികൾ പറയാം, അങ്ങനത്തെ പല കാര്യങ്ങൾ. അപ്പൊ അതെന്തൊക്കെയായിരുന്നു. ദെൻ ആർക്കിടെക്ചർ. ഈ ആർക്കിടെക്ചറിൽ തന്നെ പല വിധത്തിലുള്ള ആർക്കിടെക്ചർ ഉണ്ട്. സെക്കുലർ ആയിട്ടുള്ള ചില ആർക്കിടെക്ചറുകൾ ഉണ്ട്, ഉദാഹരണത്തിന് പാലസുകൾ. ദെൻ റിലീജിയസ് ആയിട്ടുണ്ട്. ഈ റിലീജിയസിൽ തന്നെ നമുക്ക് പലതും കാണാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ബുദ്ധിസ്റ്റ് സ്തൂപ, ബുദ്ധിസത്തിലെ സ്തൂപങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദെൻ കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ടെമ്പിൾ ആർക്കിടെക്ചർ വരുന്നത് കാണാൻ വേണ്ടി പറ്റും. പ്ലസ് ഇതിനൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു സെക്യുലർ ആർക്കിടെക്ചർ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്ന ഏതാനും ചില ആർക്കിടെക്ചറും കാര്യങ്ങളും. സോ സിംപ്ലി ഐ എം ടെല്ലിംഗ് ദാറ്റ് നിങ്ങളുടെ GS 1 മെയിൻസിന്റെ സിലബസിൽ പറയുന്നത് ആൻഷ്യന്റ് ഇന്ത്യയിൽ നിങ്ങൾ ഈ ലിറ്ററേച്ചർ, ആർട്ട് ഫോംസ് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഏരിയകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങളുടെ പ്രിലിംസ് പഠനം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിക്കാം. കാരണം UPSCയുടെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻ റെസ്പോൺസിബിലിറ്റി ടു ദ ആൻഷ്യന്റ് ഇന്ത്യ ഏകദേശം സെയിം ആണ്. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾ ഈ പോർഷൻസ് ആദ്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ലിറ്ററേച്ചർ, ആർട്ട് ഫോംസ്, ആർക്കിടെക്ചർ എന്നുള്ള ഒരു ഏരിയ ആദ്യം മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പൊ നിങ്ങൾ പ്രിലിംസിന് പഠിക്കുന്ന ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഒരു 50% നിങ്ങൾ ഏകദേശം അവിടെ കവേർഡ് ആകും. അത് നിങ്ങൾ പതിയെ തിരിച്ചറിയുണ്ടാവും. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ പോർഷനിലോട്ട് കടക്കാം. ക്ലാസ്സിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 A4 ഷീറ്റും കുറച്ച് പെന്നുകളുമായിട്ട് വരും എന്നുള്ളത് അല്ലെ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ആൻഷ്യന്റ് ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്ന നേരത്ത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. കാരണം ഇതാണ് നിങ്ങൾ ആൻഷ്യന്റ് ഇന്ത്യയുടെ ബേസിക്സ്. എന്നിട്ട് മതി നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കല്, എന്നിട്ട് മതി നിങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കല്, എന്നിട്ട് മതി നിങ്ങൾ ബാക്കി എന്ത് ചെയ്യലും. സോ ഇന്നിപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു പോർഷൻ തന്നെയായിരിക്കും നിങ്ങൾ ആൻഷ്യന്റ് ഇന്ത്യയുടെ ഏറ്റവും ബേസിക്സ് എന്ന് പറയുന്നത്. ഈ ബേസ് ഇല്ലാതെ നിങ്ങൾ എത്ര സൂപ്പർ സ്ട്രക്ചർ ഉണ്ടായിട്ടും കാര്യമില്ല. സോ ബേസിക്സ് ഫസ്റ്റ്. അതിനുവേണ്ടി നമുക്ക് തുടങ്ങുവാണ്. സോ ആൻഷ്യന്റ് ഇന്ത്യ നമുക്ക് ആരംഭിക്കുന്നത് ഫ്രം ദി സ്റ്റോൺ ഏജ്, കല്ല് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ മുതൽ ഈ പോസ്റ്റ് ഗുപ്ത വരെയുള്ള ഒരു പീരീഡ് നമുക്ക് മെയിൻലി പറയാൻ വേണ്ടി പറ്റും. അപ്പുറത്തോട്ടും പറയാറുണ്ട്. എനിഹൗ നമ്മൾ ഇവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മറ്റു ചില ഏരിയാസ് ആണ്. സോ നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും എന്നുള്ളതിനെ കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ബിൽഡ് ചെയ്തെടുക്കുക. സോ സ്റ്റോൺ ഏജ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ സ്റ്റോൺ ഏജിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണത്
പാലിയോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക് എന്ന് പറഞ്ഞിട്ടുള്ള, അതുപോലെ കാൽക്കോലിത്തിക് എന്ന് പറയുന്ന ഏതാനും ചില കൾച്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് UPSC പോയിന്റ് ഓഫ് വ്യൂ അതിന്റെ ഇമ്പോർട്ടൻസ് പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും അത് വളരെ ലെസ് ആണ്. മറിച്ച് ഏതാനും ചില വരുന്നത് ചില പഴയകാല കേവ് പെയിന്റിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിംബെഡ്കൽ പെയിന്റിങ്സ്, അവിടെ മുതൽ ചില ഡെവലപ്മെന്റുകൾ മനസ്സിലാക്കുക എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി. പക്ഷെ എന്നിരുന്നാൽ പോലും ഐ സജസ്റ്റ് യു ഗോ ടു വിത്ത് ദിസ് നിയോലിത്തിക് കൾച്ചർ. കാരണം നിയോലിത്തിക് കൾച്ചറിനെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് അഗ്രികൾച്ചർ റവല്യൂഷൻ പീരീഡ് എന്നാണ്. കാരണം ഈ കൃഷി ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ പോലും ഇല്ലല്ലേ. നമ്മുടെ എത്ര വലിയ ഡെവലപ്ഡ് എക്കണോമി ആണെങ്കിലും അവിടെ കൃഷി വേണം. അതൊക്കെ ആരംഭിക്കുന്നത് ഈ നിയോലിത്തിക് കൾച്ചർ മുതലാണ്. അവിടെ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് വലിയ വലിയ ടൗണുകൾ വരെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് വരുന്നത്, ദാറ്റ് ഈസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സോ ഒരു നിയോലിത്തിക് കൾച്ചറിൽ നിന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള ഒരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിയോലിത്തിക്കിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു, പോളിഷ്ഡ് ടൂൾസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, പോളിഷ് ചെയ്യപ്പെട്ടുള്ള ടൂൾസ്, ചക്രം കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഏതാനും ചില ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് അടുത്തടുത്ത ഫേസുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ വലിയൊരു സിറ്റി കൾച്ചർ വരുന്നു, അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ളത്. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില ബേസിക് പോയിന്റ്, ഇതിന്റെ കോർ പീരീഡ് എപ്പോഴായിരുന്നു. കോർ പീരീഡ് അല്ലാണ്ട് നിങ്ങൾ എക്സാക്ട് വർഷം ഒന്നും പഠിച്ചു വെക്കേണ്ടതില്ല, കോർ പീരീഡ്സ് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. 3200 BC മുതൽ 1750 BC വരെയാണ് ഇതിന്റെ കോർ പീരീഡ് ആയിട്ട് പറയുന്നത്. അപ്പുറത്തോട്ടും ഉണ്ട് ഇപ്പുറത്തോട്ടും ചെറുതായിട്ടുണ്ട്. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീരീഡ് ആയിട്ട് പറയുന്നത് 3200 BC മുതൽ 1750 BC വരെയാണ്. ഇതിനകത്ത് 3 ഫേസുകളായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസ് ആയിട്ട് പറയുന്നത് മെച്യൂർ ഫേസ് ആണ്. മെച്യൂരിറ്റിക്ക് എന്ന് പറയുന്ന നമ്മൾ വാക്ക് ഉപയോഗിക്കാറില്ല, ആ മെച്യൂർ ഫേസ്. ആ മെച്യൂർ ഫേസിലാണ് നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ കാണാൻ വേണ്ടി പറ്റുന്നത്. ദാറ്റ് ഈസ് ദ ഹാരപ്പൻ അർബണൈസേഷൻ, നഗരവൽക്കരണം എന്ന് പറയുന്ന ഒരു ഫീച്ചർ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിന് ഏതാനും ചില പോയിന്റുകളും ഫീച്ചേഴ്സും പഠിക്കാനുണ്ട്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വേണം. കാരണം അത് വെച്ചിട്ട് പലപ്പോഴും UPSC പ്രിലിംസിനും മെയിൻസിനും നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം ഈ അർബണൈസേഷന്റെ ഫീച്ചറാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഹാരപ്പൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, ഹാരപ്പൻ കാലഘട്ടത്തിലെ ആർട്ട് എന്ന് പറയുന്നത് ഒക്കെ നമുക്ക് ഈ ഹാരപ്പൻ അർബണൈസേഷന്റെ കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് പറയുന്ന ടോപ്പിക്കും അതുപോലെ പോയിന്റുകളും ടോപ്പിക്കും നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ദെൻ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്താ, ഈ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നത് എവിടെയാണ്? ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലാണല്ലേ. ആദ്യം ഉണ്ടായിരുന്നത് ഇൻഡസ് നദിയുടെ ഭാഗത്തായിട്ട്. അപ്പൊ നമുക്ക് ഒരു പ്രധാനപ്പെട്ട സിറ്റി ഉണ്ട്, മോഹൻജദാരോ എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് മറ്റു സിറ്റീസിലും ഹാരപ്പ ഉണ്ട്. ഗുജറാത്തിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇൻഡസ് വാലി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തോട്ടായിട്ട് ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് തന്നെ വിളിക്കുന്നതാണ് നല്ലത്. പണ്ട് വിളിച്ചിരുന്നത് ഇൻഡസ് നദിയും അതിന് ചുറ്റുവട്ടത്തുള്ള ഏതാനും ചില സിറ്റീസ് എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറിച്ച് പിന്നീട് അതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന പേരിലോട്ട് മാറ്റാൻ കാരണം എന്താ, ഇൻഡസ് നദിയിലല്ലാത്ത മറ്റു പ്രദേശങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഇതിന്റെ ജോഗ്രഫിക്കൽ എക്സ്റ്റെന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം, എവിടേക്കാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. ജോഗ്രഫിക്കൽ എക്സ്റ്റെന്റ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അർബണൈസേഷൻ, ജോഗ്രഫിക്കൽ എക്സ്റ്റെന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിൻലി നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ കുറെ കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ദെൻ ഫൈനലി വാട്ട് വി ക്യാൻ സീ, അറൌണ്ട് 1750 ആകുന്ന സമയത്ത് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ തകർന്നു പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട സിറ്റികളെല്ലാം ഈ 1750 ആകുമ്പോഴേക്കും തകർന്നു പോകുന്നു. പിന്നീട് പതിയെ ഇന്ത്യയിലോട്ട് മറ്റൊരു കൾച്ചറാണ് വരാൻ വേണ്ടി പോകുന്നത്. ആ ഒരു കൾച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വേദിക് കൾച്ചർ അല്ലെങ്കിൽ വേദിക് പീരീഡ് ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. സോ ഇൻഡസ് വാലിക്ക് ശേഷം വേദിക് കൾച്ചർ ആണ് ഇന്ത്യയിൽ വരുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈ വേദിക് കൾച്ചർ എപ്പോഴാണ്, അതിന്റെ ഓവറോൾ പീരീഡ് 1500 BC മുതൽ 600 BC വരെയുള്ള ഒരു പീരീഡാണ് വേദിക് കൾച്ചർ. ഇത് വേദിക് കൾച്ചർ 2 വിധത്തിലുണ്ടായിരുന്നു. ഐ എം ജസ്റ്റ് ഹാവിംഗ് ഹിയർ. വേദിക് കൾച്ചർ 2 പീരീഡ് ഉണ്ടായിരുന്നു. ഒന്ന് നമുക്ക് ഏർലി വേദിക് എന്ന് വിളിക്കാം, ദെൻ ലേറ്റർ വേദിക് എന്ന് വിളിക്കാം. ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് തന്നെ ഈ വേദിക് കൾച്ചർ മുഴുവനും പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. വേദിക് കൾച്ചർ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആദ്യം നമുക്ക് മാപ്പ് വേണം. മാപ്പ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ആദ്യ കാലഘട്ടത്തിലെ വേദിക് കൾച്ചറിനെ നമ്മൾ എന്ത് വിളിക്കും, ഏർലി വേദിക്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഋഗ്വേദിക് പീരീഡ് എന്നുള്ളത്. ഋഗ്വേദിക് പീരീഡ് അത് ആക്ച്വലി നടക്കുന്നത് ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ തന്നെയാണ്. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ തകർക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ പ്രദേശങ്ങളിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ വേദിക് കൾച്ചർ ആയിട്ടുണ്ടായിരുന്ന ഋഗ്വേദിക് പീരീഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഉണ്ടായിരുന്നത് ഈ 1500 BC മുതൽ 1000 BC വരെയുള്ള ഒരു സമയത്തായിരുന്നു. ഇവിടെ നോക്കി നമ്മൾ ടോട്ടലി പറഞ്ഞപ്പോഴാ 1500 മുതൽ 600 BC വരെ. അതിൽ 1500 മുതൽ 1000 വരെ
ആദ്യ കാലഘട്ടം, ദാറ്റ് ഈസ് ദ ഋഗ്വേദിക് പീരീഡ് എന്ന് പറയുന്നത്. പിന്നീട് അവിടെ നിന്നുണ്ട് ഒരു ഈസ്റ്റ് വേർഡ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഇൻഡസ് നദി ആയിരുന്നെങ്കിൽ പിന്നീട് അവിടെ നിന്നും ഒരു മൈഗ്രേഷൻ സംഭവിച്ചിട്ട് വാട്ട് വി കൻ സി അടുത്തൊരു കൾച്ചർ ഈ ഒരു പ്രദേശത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിനാണ് നമ്മൾ ലേറ്റർ വേദിക് പീരീഡ് എന്ന് വിളിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വേദങ്ങൾ നമുക്കറിയാം, ഋഗ്വേദ, യജുർവേദ, സമവേദ, അഥർവവേദ. ഇതിൽ ഋഗ്വേദയാണ് ഫസ്റ്റ് വേദ. ആ ഫസ്റ്റ് വേദ എഴുതപ്പെടുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആ ഒരു കൾച്ചറും ജോഗ്രഫിക്കും വെച്ചിട്ടാണ്. അതേ സമയത്ത് മറ്റു 3 വേദങ്ങളും അതിനുശേഷം വരുന്ന വേദിക് കോർപ്സിലെ മറ്റു ലിറ്ററേച്ചറുകളും വരുന്നത് ഈ ഒരു പീരീഡിന് ശേഷമാണ്. അപ്പോൾ 1000 BC-ക്ക് ശേഷം എന്ത് സംഭവിച്ചു വെച്ചാല് ഇവര് ഒരു ഈസ്റ്റ് വേർഡ് മൈഗ്രേഷൻ നടക്കുന്നു. അങ്ങനെ പിന്നീട് ഇവരെന്ത് ചെയ്തു, ഈ ഗംഗാ നദി, നമുക്കറിയില്ലേ ഇതിലൂടെ ഗംഗാ നദിക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. സോ അങ്ങനെ ഗാൻജറ്റിക് വാലിയില് ഗംഗാ നദിക്ക് അസോസിയേറ്റഡ് ആയിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ലേറ്റർ വേദിക്ക് നടക്കുന്നത്. അപ്പൊ നമുക്കൊരു ജോഗ്രഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആദ്യം ഉണ്ടാക്കിയെടുത്തു, പീരിയോഡിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുത്തു. ഇനി എന്തൊക്കെയായിരുന്നു രണ്ടിലും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത്? എസ്പെഷ്യലി ഋഗ്വേദിക് കാലഘട്ടത്തിലെ പൊളിറ്റി എന്തായിരുന്നു, അവിടുത്തെ സൊസൈറ്റി എന്തായിരുന്നു, എക്കണോമിക് ആക്ടിവിറ്റി എന്തായിരുന്നു, റിലീജിയൻ എന്തായിരുന്നു. സിമിലർലി അത് ലേറ്റർ വേദിക്കിൽ എത്തിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നിങ്ങൾ ഏർലി വേദിക്കിനെയും ലേറ്റർ വേദിക്കിനെയും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ലേറ്റർ വേദിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് നമ്മുടെ അയേൺ ടൂൾസ് എന്ന് പറയുന്നത്, അയേൺ ഇൻവെൻഷൻ. അല്ലെങ്കിൽ നമ്മൾ പറയും എന്ത്, ഇന്ത്യയിലെ അയേൺ ഏജ് ആണ് എന്ത് ലേറ്റർ വേദിക് പീരീഡ് എന്ന് നമ്മൾ പറയും. അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ചില പോട്ടറികളൊക്കെ വെച്ചിട്ട്. അപ്പൊ നമ്മൾ PGW എന്ന് പറയുന്ന പോട്ടറി, അങ്ങനത്തെ ചില ടൈപ്പുകളെ കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടി ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ 1000 BC മുതൽ 600 BC വരെ നമുക്ക് ലേറ്റർ വേദിക്കിന്റെ ഏതാനും ചില ഡെവലപ്മെന്റുകൾ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സമയത്ത്, അതായത് ലേറ്റർ വേദിക്കിന്റെ സമയത്ത് എന്തിട്ടുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. അവർ നമുക്ക് സിംപിളി വിളിക്കാൻ പറ്റുന്ന വാക്കാണ് ജനപദ. ജനങ്ങൾ അവരുടെ പാദം ഉറപ്പിച്ചു വെച്ചിരുന്ന പ്രദേശങ്ങൾ, ടെറിട്ടറി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ജനപദ എന്നുണ്ടായിരുന്നത്. എന്നാൽ ഒരു 600 BC ആകുന്ന സമയത്ത് നമുക്ക് ഈ അയൺ ടൂൾസിന്റെ ഒക്കെ സഹായത്തോടു കൂടെ കൃഷി വളരെയധികം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, മിലിറ്ററി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ വീണ്ടും ഒരു സിറ്റി കൾച്ചർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു സിറ്റി കൾച്ചർ കാണാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ ഇന്ത്യയിൽ വീണ്ടും അടുത്ത ഒരു അർബണൈസേഷൻ സംഭവിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അടുത്തൊരു പിക്ചറിലോട്ട് പോവുകയാണ്. സോ നോക്കി, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ജസ്റ്റ് ഞാൻ ആദ്യം 1-2 പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്യണം. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നു നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ്, വൺ ഓഫ് ദി ഫസ്റ്റ് അർബണൈസേഷൻ ഇൻ ദ വേൾഡ്, ലോകത്തിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട അർബണൈസേഷൻ ആയിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ശേഷം നമ്മൾ എന്ത് പറഞ്ഞു, ഈ വേദിക് കൾച്ചറിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ എന്തായിരുന്നു, ഇവിടുത്തെ എക്കണോമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ദാറ്റ് വാസ് എ റൂറൽ എക്കണോമി. അതായത് ഇവിടെ പട്ടണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, സിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ, ഇവിടെ വില്ലേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ലേറ്റർ വേദിക്കിന്റെ അവസാന സമയത്ത്, അതായത് ഈ 600 BC-യുടെ സമയത്ത് ഇന്ത്യയിൽ വീണ്ടും നമുക്ക് പട്ടണങ്ങളെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ ഏജ് ഓഫ് മഹാജനപദാസ്. ഏജ് ഓഫ് മഹാജനപദാസ്. നമ്മൾ നേരത്തെ ജനപദ എന്ന് പറയുന്ന ഒരു വാക്ക് ലേറ്റർ വേദിക്കിന്റെ സമയത്ത് സൂചിപ്പിച്ചില്ലേ, അതെന്താ, ജനങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ടെറിട്ടറി ഉള്ള ഏരിയ, അതാണ് ജനപദ. എന്നാൽ 600 BC-ക്ക് ശേഷം ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വലിയ വലിയ പട്ടണങ്ങളെ വീണ്ടും കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഈ പീരീഡിന് നമ്മൾ സെക്കൻഡ് അർബണൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് വിളിക്കാം. അപ്പൊ ഫസ്റ്റ് അർബണൈസേഷൻ ഏതായിരുന്നു? യെസ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒന്നായിരുന്നു. വീണ്ടും ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരവൽക്കരണം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഈ 600 BC-യുടെ സമയത്താണ്. അങ്ങനെ നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായിക്കൊണ്ട് 16 സിറ്റീസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനാണ് 16 മഹാജനപദാസ് എന്ന് പറയുന്നത്. ഓക്കെ, 16 മഹാജനപദാസ്. ആ 16 മഹാജനപദാസ് എല്ലാം പഠിക്കല് ഒരു UPSC-യിലെ ഒരു ജനറൽ കാൻഡിഡേറ്റിന് നിർബന്ധമുള്ള കാര്യമല്ല. ഐ എം ടെല്ലിംഗ് അബൌട്ട് ഓപ്ഷണൽക്കാർക്ക് അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതേ സമയത്ത് ജനറൽ കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാർക്ക് അത് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾ 16 മഹാജനപദങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതില്ല. മറിച്ച് ആ 16 മഹാജനപദങ്ങളിലെ ഏതാനും ചില ഫീച്ചേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ ഇങ്ങനെയൊക്കെ ടൗൺ കൾച്ചർ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ UPSC ഇപ്പോ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നുണ്ട്. മോർ ഓവർ UPSC-ക്ക് എക്സാം പേപ്പർ ടഫാക്കാൻ പറ്റുന്നത് ആൻഷ്യന്റ്, മിഡീവല്, അതുപോലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അത് ടഫാക്കിക്കൊണ്ടാണ്. NCERT-ക്ക് പുറമെ ആയിക്കൊണ്ടുള്ള കുറെ കാര്യങ്ങൾ ചോദിക്കൽ കൊണ്ടാണ് UPSC അത് ചെയ്യാറുള്ളത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ജനറൽ ഫീച്ചേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, എന്താണ് NBPW കൾച്ചർ എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മഹാജനപദങ്ങൾ വളരാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ കോൺസെപ്റ്റിൽ അറിഞ്ഞിരിക്കൽ നല്ലതാണ്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിക്കൊണ്ടുള്ള ടോപ്പിക് ബുദ്ധിസവും ചൈനീസവും. അത് ഈ ഒരു സമയത്താണ് നടക്കുന്നത്.
സോ സിംപ്ലി വാട്ട് വി കൻ സി 6th century BC 6ാം നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത് 16 മഹാപട്ടണങ്ങൾ ഉണ്ടാകുന്നത്, സെക്കൻഡ് അർബനൈസേഷൻ സംഭവിക്കുന്നത്. അതുപോലെ സോഷ്യലി നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നത്, ബുദ്ധിസം ജൈനിസം വരുന്നത്. ബുദ്ധിസം ജൈനിസം മാത്രമായിരുന്നു അല്ല, നമുക്ക് അതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെ പറയാൻ വേണ്ടി പറ്റും, അജീവികാസ് ഉണ്ടായിരുന്നു അല്ലെ, അജീവികാസ് ഉണ്ടായിരുന്നു. പ്ലസ് ചാർവാക എന്ന് പറയുന്ന മറ്റൊരു ഫിലോസഫി നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പ്രോമിനന്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. UPC പോയിന്റ് ഓഫ് വ്യൂ ഈ 4 നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബുദ്ധിസം ജൈനിസവും തന്നെയാണ്. ഈ ബുദ്ധിസം ജൈനിസവുമായിട്ട് എല്ലാ പ്രാവശ്യവും UPSCക്ക് ഏതെങ്കിലും വിധത്തിലൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാറുണ്ടാകും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു, ഇതിന് എങ്ങനെയാണ് വന്നത്, എങ്ങനെ വളരാനുണ്ടായിരുന്ന കാരണം എന്തായിരുന്നു, ഇതിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ ആരൊക്കെയാണ്, ഇതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്, ഇതിന്റെ പ്രധാനപ്പെട്ട ടീച്ചിങ്സ് എന്തൊക്കെയായിരുന്നു. അപ്പൊ ടീച്ചിങ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ ഇത് പിന്നീട് എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പീരീഡിന് 6th century ഉണ്ടായിരുന്ന ബുദ്ധിസത്തെയും ജൈനിസത്തെയും നമുക്ക് ഏർലി ബുദ്ധിസം ഏർലി ജൈനിസം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഏർലി എന്നുള്ള വാക്ക് മനഃപൂർവ്വം ഉപയോഗിച്ചാണ്, കാരണം പിന്നീട് ഇതിന്റെ മറ്റു ചില ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്, നമുക്ക് വഴിയെ പറയാം. ഓക്കെ, സോ ഇങ്ങനത്തെ ഏതാനും ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വൺ റീജിയൻ, ഇന്നത്തെ ബീഹാറിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു റീജിയൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സമയത്ത് ഒരു പ്രധാനപ്പെട്ട മഹാജനപദയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരായിരുന്നു മഗധ. മഗധ. സോ മഗധ എന്ന് പറയുന്ന ഒരു മഹാജനപദ ഈ ഒരു സമയത്ത് വളരെയധികം ഡെവലപ്പ് ചെയ്യുകയും അത് പിന്നീട് പതിയെ പതിയെ വളർന്നു വന്ന് ഇന്ത്യയുടെ ഫസ്റ്റ് എംപയർ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതാണ് മൗര്യൻ എംപയർ. സോ ദർ സ്റ്റാർട്ട് ദ സ്റ്റോറി ഓഫ് മൗര്യൻ എംപയർ. മൗര്യൻ എംപയർ നമുക്ക് റഫ്ലി പീരീഡ് 324 മുതൽ 185 BC വരെയുള്ള ഒരു സമയത്ത് മൗര്യൻ എംപയറിന്റെ പീരീഡിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അല്ലെങ്കിൽ 4ാം നൂറ്റാണ്ട് മുതൽ ഒരു 2nd century വരെയുള്ള ഒരു പീരീഡിൽ നമുക്ക് മൗര്യൻ എംപയറിനെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ മഗധയിൽ വേറെ ഒരുപാട് ഡൈനാസ്റ്റീസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഹരിയങ്ക ഡൈനാസ്റ്റി, ശിശുനാഗാസ്, നന്ദാസ്. ഈ നന്ദാസിനെ പരാജയപ്പെടുത്തിയിട്ടാണ് നിന്നത് ഈ മൗര്യൻ എംപയർ ചന്ദ്രഗുപ്ത മൗര്യൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ചില രാജാക്കന്മാരുണ്ടായിരുന്നു അല്ലെ, ചന്ദ്രഗുപ്ത മൗര്യ. ദെൻ അദ്ദേഹത്തിന്റെ മകനായിട്ടുണ്ടായിരുന്ന ബിന്ദുസാര. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് ആൻഷ്യൻ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രാജാവാണ് ആര്, അശോക എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 രാജാക്കന്മാരെ കുറിച്ച് ഒരു ബേസിക്സ് നിങ്ങൾക്ക് വേണം. അതേസമയത്ത് അശോകന്റെ ഏതാനും ചില പോളിസികളെയും ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അശോകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് ദമ്മ എന്ന് പറയുന്ന ഒരു പോളിസി. അതിനെക്കുറിച്ച് നിങ്ങളൊരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കണം, കാരണം അത് +2 NCERT വരെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അതേസമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത് അശോകന്റെ ഇൻസ്ക്രിപ്ഷനെ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിന്റെ യൂണീക്ക് ഫീച്ചേഴ്സും ഏതൊക്കെ ഭാഷകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക. അശോകന്റെ പേര് ഉപയോഗിച്ചിരുന്നത് എവിടെയാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക. അശോകന്റെ കാലഘട്ടത്തിൽ ഡെവലപ്പ് ആയിട്ടുള്ള ചില ആർട്ടിന്റെ കോൺട്രിബ്യൂഷൻ, അശോകനും ബുദ്ധിസവും തമ്മിലുള്ള ബന്ധം, ഇങ്ങനത്തെ ഏതാനും ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രിപ്പറേഷനിൽ വലിയൊരു ഹെൽപ്ഫുൾ ആകും എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൗര്യൻ സാമ്രാജ്യം 185 BCക്ക് ശേഷം തകരുന്നുണ്ട്. ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ദ പോസ്റ്റ് മൗര്യൻ ഇന്ത്യ എന്നുള്ളത്. പോസ്റ്റ് മൗര്യൻ ഇന്ത്യ എന്നുള്ളത്. ഓക്കെ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. ഈ മൗര്യൻ എംപയറിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഒരു ഏരിയയിലോട്ട് പോവുകയാണ്. ഇവിടെ മൗര്യൻ എംപയറിൽ നമുക്ക് ഏതാനും ചില അഡ്മിനിസ്ട്രേഷൻ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ചില ടേമുകളും ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് ആദ്യാക്ഷ, അമത്യ, അങ്ങനത്തെ കുറെ വാക്കുകളുണ്ട് ഈ ഒരു സമയത്ത് ഉപയോഗിക്കുന്നത്. അതിനെ കുറിച്ചുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ വാട്ട് വി കൻ സി, നമ്മൾ എന്ത് പറഞ്ഞു, മൗര്യൻ എംപയർ 185 BCക്ക് ശേഷം തകരുന്നുണ്ട്. ഇതിൽ അവസാനത്തെ രാജാവായിരുന്നാല് ബൃഹദ്രഥ എന്ന് പറയുന്ന ഒരാള്. ബൃഹദ്രഥ, ഈ അവസാനത്തെ രാജാവ്, ഹി വാസ് കിൽഡ് ബൈ ഹിസ് ഓൺ കമാൻഡർ, മിലിറ്ററി കമാൻഡർ, ദാറ്റ് ഈസ് പുഷ്യമിത്ര ശുംഗ. പുഷ്യമിത്ര ശുംഗ. അങ്ങനെ എന്ത് ചെയ്യാണ്, പോസ്റ്റ് മൗര്യൻ പീരീഡ് ആരംഭിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. UPSCക്ക് നിങ്ങൾ എങ്ങനെയായാലും നിങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ ആണ് ദ പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്നുള്ളത്. സോ പോസ്റ്റ് മൗര്യൻ പീരീഡ്, ആദ്യം നമുക്ക് ആ പീരീഡിന്റെ കാലഘട്ടം എപ്പോഴാണെന്ന് നോക്കാം. അത് പറയുന്നത് മെയിൻലി 2nd century BC മുതൽ ഒരു 3rd century AD വരെയുള്ള ഏതാനും ചില നൂറ്റാണ്ടുകളാണ് ഈ പോസ്റ്റ് മൗര്യൻ പീരീഡിൽ വരുന്നത്. ഇനി ഈ പീരീഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ജനറലി നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു മൗര്യൻ എംപയർ എന്തായിട്ടുണ്ടായിരുന്നു, അവരുടെ ക്യാപിറ്റൽ ആയിട്ടുണ്ടായിരുന്ന പാടലിപുത്ര കേന്ദ്രീകരിച്ച് ഭരിച്ചിട്ടുണ്ടായിരുന്നു. പാടലിപുത്ര, ആ പാടലിപുത്ര എന്ത് ചെയ്തു, മൗര്യൻ സാമ്രാജ്യം തകർന്നു പോയി.
അടുത്ത ആരാണ് വരുന്നത്? അടുത്ത വരുന്നത് ഡൈനാസ്റ്റി ആണ്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കണം. കാരണം 2020 പ്രിലിംസിന് പോലും വാട്ട് യു ക്യാൻ സി പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ വെച്ചിട്ട് ഏത് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സോ വാട്ട് വി ക്യാൻ സി, മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി വരുന്ന ഒരു സാമ്രാജ്യത്തിന്റെ പേരാണെന്ത്? ദ സുംഗ ഡൈനാസ്റ്റി. സുംഗ ഡൈനാസ്റ്റി. ഞാൻ പേരുകൾ മാത്രമേ എഴുതി വെക്കുന്നുള്ളൂ. കാരണം നോക്കി, പുഷ്യമിത്ര സുംഗ എന്ന് പറയുന്ന മിലിറ്ററി കമാൻഡർ ആണ് ആരെ കൊല്ലുന്നത്? ബൃഹദ്രഥനെ കൊല്ലുന്നത്. ഹെൻസ് എസ്റ്റാബ്ലിഷിംഗ് ദ സുംഗ ഡൈനാസ്റ്റി. സുംഗ ഡൈനാസ്റ്റി ഒരു 112 വർഷം ഭരിക്കുന്നുണ്ട്. ശേഷം വരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് കാൻവ ഡൈനാസ്റ്റി. ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കുക. അതേ സമയത്ത് നമ്മുടെ ഡക്കാന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ശതവഹണാസ് എന്ന് വിളിക്കുന്നത്. ശതവഹണാസ് എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതേ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ, UPSC ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ദ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഈ റീജിയൻ. ഈ റീജിയനെ നമുക്ക് ആൻഷ്യന്റ് തമിഴകം എന്ന് വിളിക്കാം. ഇന്നത്തെ കേരളത്തെയും തമിഴ്നാടിനെയും സദർൺ പാർട്ട് ഓഫ് കർണാടക, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള പ്രദേശത്തെയാണ് ആൻഷ്യന്റ് തമിഴകം എന്ന് പറയുന്ന ഒരു ജോഗ്രഫിക്കലി നമ്മൾ കൊണ്ടുവരുന്നത്. ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സംഗം ഏജ് എന്നുള്ളതാണ്. സംഘ കാലഘട്ടം. മൗര്യ കാലഘട്ടത്തിലും സംഘ കാലഘട്ടത്തിലും ഏതാനും ചില കാര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, സംഘം ഏജ് ഈ ഒരു ഏരിയയിൽ കൂടുതൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സംഘ ഏജിനെ കുറിച്ച് കൂടുതലുള്ള വീഡിയോസ് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എനിഹോ, സോ നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ഇന്ത്യക്ക് അകത്തുള്ള ഏതാനും ചില എംപയേഴ്സ്, അല്ലെങ്കിൽ ഡൈനാസ്റ്റീസ്, സുംഗാസ്, കാൻവാസ്, ശതവാണാസ്, സംഗമേജ് എന്ന് പറയുന്ന ആൾക്കാർ. ഈ സംഗമേജിലാണ് ആരൊക്കെയുള്ളത്? നമ്മുടെ സംഘം കാലഘട്ടത്തിലെ ചോളന്മാര്, പാണ്ഡ്യന്മാര്, ദെൻ നമ്മുടെ കേരളത്തിലെ ചേരന്മാര്, ഇവരൊക്കെ ഉള്ളത്. ഓക്കെ, ഇങ്ങനെ ഏതാനും ചില ഡൈനാസ്റ്റീസ് ഉണ്ട്. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില ടേംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട്, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില ടേമുകൾ വെച്ചിട്ട് UPSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. അറ്റ് ദി സെയിം ടൈം ഈ ഒരു സമയത്ത് തന്നെയാണ് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലൂടെ ഇന്ത്യക്ക് അകത്തോട്ട് ഏതാനും ചില എക്സ്റ്റേണൽ മൈഗ്രേഷൻ എന്ന രീതിയിൽ എക്സ്റ്റേണൽ ഇൻവേഷൻ സംഭവിക്കുന്നത്. അപ്പോ ഈ ഒരു സമയത്ത് പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ഇന്ത്യയിലോട്ട് പുറമേ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില ആൾക്കാരുണ്ട്. അവരെ നമുക്ക് ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാം. ഇക്സാപാക്കു എന്ന് പറയുന്ന ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് അവരെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ആരൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാല് ഇൻഡോ ഗ്രീക്സ്, ഷാഗാസ്, then പാർത്തിയൻസ്, then ഫൈനലി കുഷനാസ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ആര് തന്നെയാണ്? ഈ കുഷനന്മാർ എന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള ഏരിയാസിനെ ഒഴിവാക്കരുത്. കാരണം എല്ലാത്തിനും ഓരോ യുണീക്നെസ് ഉണ്ട്. ഈ ഒരു സമയത്ത് ഇവിടെയാണ് നമുക്ക് ആദ്യമായിക്കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ത്യയും വിദേശ നാടുമായിട്ട് നല്ലൊരു വെൽ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള കൾച്ചറൽ എക്സ്ചേഞ്ച്, എക്കണോമിക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എക്കണോമിക് ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതിനൊക്കെ കാരണക്കാരത ഈ ഇക്സാപാക്കു എന്ന് പറയുന്ന ഡിഫറെന്റ് ഡൈനാസ്റ്റീസ്. ആദ്യം ഇൻഡോ ഗ്രീക്സ് വന്നു, പിന്നീട് ഷാഗാസ് വന്നു, പിന്നീട് പാർത്യൻസ് വന്നു, ഫൈനലി കുഷനാസ് വന്നു. ഓക്കെ, 3rd സെഞ്ചുറി AD വരെ ഈ കുഷനാസ്, 4th സെഞ്ചുറിയുടെ തുടക്കം വരെ എന്ത് ചെയ്യുന്നുണ്ട്? കുഷനാസിനെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റ് മൗര്യയിൽ മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ UPSC പോയിന്റ് ഓഫ് വ്യൂ ഇവിടെ എക്സ്ട്രാ ചില ഇൻപുട്സ് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ ഏർലി ബുദ്ധിസം, ജൈനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിസത്തിലെ മറ്റു ചില ഡെവലപ്മെന്റുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സമയത്ത് എന്തുണ്ട്? ബുദ്ധിസത്തില് ചില സ്പ്ലിറ്റ് നടക്കുകയും അത് ഹീനയാന മഹായാനായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. സോ ഹീനയാന മഹായാന ഡിഫറൻസ് നിങ്ങൾ പഠിക്കണം. പക്ഷെ അതിനു മുമ്പ് ഹിസ്റ്റോറിക്കലി അതിന്റെ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പീരിയഡ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കുന്നത് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യിപ്പിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ നമുക്ക് ഇന്ത്യൻ ഫിലോസഫീസ് എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സംഖ്യ, വൈശേഷിക, മീമാംസ, യോഗ, ഉത്തരമീമാംസ, പൂർവ്വമീമാംസ, അങ്ങനെ കുറച്ച് വാക്കുകൾ നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ ഫിലോസഫീസ് അതൊക്കെ ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ആൻഷ്യന്റ് ഇന്ത്യൻ ഫിലോസഫീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇവിടെ വരുന്നുണ്ട്. മോർ ഓവർ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട പ്രദേശം കാണാൻ വേണ്ടി പറ്റും. അതിനെ ഞാൻ സിംപ്ലി ഗാന്ധാര എന്ന് വിളിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വൺ ഓഫ് ദി മഹാജനപദങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഗാന്ധാര. ഈ സമയത്ത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഗാന്ധാര ആർട്ട് കാണാൻ വേണ്ടി പറ്റും. ഉത്തർപ്രദേശിലെ മധുര കേന്ദ്രീകരിച്ച് മധുര സ്കൂൾ ഓഫ് ആർട്ട് കാണാൻ വേണ്ടി പറ്റും. ദെൻ അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അജന്ത പെയിന്റിങ്സും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ ആക്ച്വലി ഈ ഒരു സമയത്താണ് നടക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് ഏകദേശം
ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ഒരു കൾച്ചറൽ പാർട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ ഹെൽപ്ഫുൾ ആകും എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ ഇക്സ ബാക്കു, ഐ എം ജസ്റ്റ് യൂസിങ് ദാറ്റ് കോഡ്, ഇൻഡോ ഗ്രീസ്, ഷാഗാസ്, പാർത്തൻസ് ആൻഡ് കുഷനാസ്. ഈ കുഷനാസിന് ശേഷം ഇന്ത്യയിൽ വീണ്ടും മറ്റൊരു മറ്റൊരു പ്രധാനപ്പെട്ട എംപയർ കൂടി വരുന്നു. അതിനെ നമ്മൾ ഗുപ്ത എംപയർ എന്ന് വിളിക്കുന്നു. ഗുപ്ത എംപയർ അത് ആക്ച്വലി 320 AD മുതലാണ് ആരംഭിക്കുന്നത്. കുറച്ചു കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നുണ്ട്. സോ വാട്ട് ജനറലി നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് 4th century മുതൽ ഒരു 6th century AD വരെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഗുപ്ത എംപയർ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഗുപ്ത എംപയറിൽ നമ്മൾ മൗര്യൻ എംപയർ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില രാജാക്കന്മാരുണ്ട്. ഒന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ചന്ദ്രഗുപ്ത ഒന്നാമൻ. നേരത്തെ നമ്മൾ പറഞ്ഞ ചന്ദ്രഗുപ്ത മൗര്യനാണ്, ഓർത്ത് വെക്കുക. ദിസ് ഈസ് ചന്ദ്രഗുപ്ത ഒന്നാമൻ. ദെൻ വരുന്നു സമുദ്രഗുപ്ത, ദെൻ ചന്ദ്രഗുപ്ത രണ്ടാമൻ. പിന്നീട് നമുക്ക് മറ്റു ചില ഗുപ്ത രാജാക്കന്മാരെ കാണാൻ വേണ്ടി പറ്റും, സച്ച സ്കന്ദഗുപ്ത, കുമാരഗുപ്ത എന്ന് പറഞ്ഞിട്ടുള്ള ചില രാജാക്കന്മാരെ കാണാൻ വേണ്ടി പറ്റും. അത് പൊളിറ്റിക്കലി നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതി. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റു ചില ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗുപ്ത സമയത്താണ് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നത്, സംടൈംസ് ഗോൾഡൻ ഏജ് ആയിട്ടൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സമയത്ത് ഉണ്ടായിരുന്ന ആർട്ട്, ഇവിടെ ഈ സമയത്ത് ഉണ്ടായിരുന്ന പെയിന്റിങ് എങ്ങനെയായിരുന്നു, ആർട്ട് സ്കൾപ്ചറിങ് എങ്ങനെയായിരുന്നു, ദെൻ ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ടെമ്പിൾ ആർക്കിടെക്ചർ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗുപ്ത കാലഘട്ടത്തിലാണ്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. ഗോൾഡൻ ഏജ്. സോ ഈ സമയത്ത് ഉണ്ടായിരുന്ന ലിറ്ററേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ടെമ്പിൾ ആർക്കിടെക്ചറും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയും കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുപ്ത എംപയർ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. ഗുപ്ത എംപയറിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുപ്ത എംപയറിന് ശേഷം സംഭവിക്കുന്നതിന് നമുക്ക് ജനറലി പോസ്റ്റ് ഗുപ്ത എന്ന് വിളിക്കുന്നത്. മൗര്യൻ എംപയറിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞു, പോസ്റ്റ് മൗര്യ എന്ന് പറഞ്ഞു. അതുപോലെ പോസ്റ്റ് ഗുപ്ത നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ പോസ്റ്റ് ഗുപ്ത എന്ന് പറയുന്ന ടോപ്പിക് ആക്ച്വലി വലുതാണ്. നമ്മളൊരു 7th century മുതൽ എന്നാണ് പറയുന്നുള്ളൂ. അത് 12th century വരെ പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ പോസ്റ്റ് ഗുപ്ത എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഏർലി മിഡീവൽ എന്നും വിളിക്കാം. അപ്പൊ ഏർലി മിഡിൽ ആവുന്ന നോക്കിയേ, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ ഫേസ് ആയിട്ട് നമുക്ക് പോസ്റ്റ് ഗുപ്ത പീരീഡിനെ പറയാൻ പറ്റും. എങ്കിലും നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരികൾ എന്ന് പറയുന്നത് ആരാണ്? ഒന്ന് ഹർഷവർദ്ധന, നോർത്തിലെ ഹർഷവർദ്ധന. പിന്നെ സൗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചാളുക്യന്മാരും പല്ലവന്മാരും രാഷ്ട്രകൂടാസൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് ഏർലി മിഡിൽ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പോർഷൻ നമുക്ക് എടുത്തിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ അത് കോംപ്ലക്സ് ആയിട്ട് പഠിക്കേണ്ട, മറിച്ച് നിങ്ങൾ ഹർഷവർദ്ധനും അദ്ദേഹത്തിന്റെ ഏതാനും ചില റിലീജിയസ് പോളിസിക്ക് നിങ്ങൾ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ ലിറ്റററി കോൺട്രിബ്യൂഷനും അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത്. ആൻഷ്യന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണെന്ന് പറയുന്നു. അതേസമയത്ത് ഫൈനലി ഞാൻ ഇവിടെ കോർ ഏരിയാസ് കൂടെ പറയാണ്. കോർ ഏരിയാസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രധാനപ്പെട്ട സൈറ്റുകളും സൊസൈറ്റിയുടെ ഫീച്ചേഴ്സും നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഏത് ടോപ്പിക് ആൻഷ്യന്റിൽ പഠിക്കുകയാണെങ്കിൽ അതിന്റെ ജനറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം UPSC കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, എസ്പെഷ്യലി വേദിക് കാലഘട്ടം. ബുദ്ധിസം, ജൈനിസം വിത്ത് നോ എക്സ്ക്യൂസ് നമ്മൾ മുഴുവൻ പഠിച്ചിരിക്കണം. ഫോക്കസ് ഓൺ ആർട്ട്, ലിറ്ററേച്ചർ, സബ് സ്കൂൾസ്, ഫീച്ചേഴ്സ്. മൗര്യൻ എംപയറിൽ ടേംസും ഒഫീഷ്യൽസും ഇമ്പോർട്ടന്റ് ആണ്. പോസ്റ്റ് മൗര്യനിൽ ജനറൽ ഫീച്ചേഴ്സും യൂണീക്നെസ് ഉണ്ട് ചില ആൾക്കാർക്ക്, അതും പഠിച്ചു വെക്കുക. ഗുപ്ത എംപയറിൽ ആർട്ട്, ലിറ്ററേച്ചർ, ഫീച്ചേഴ്സ്, ദെൻ സയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സയൻസ് വെച്ചിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഗുപ്ത കാലഘട്ടത്തിലെ മാത്സ്, ദെൻ മെഡിസിൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളാണ്. ദെൻ പോസ്റ്റ് ഗുപ്തയിലെ ഹർഷയുമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഏതാനും ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഏരിയാസിൽ വരുന്നത്. ഈ ആൻഷ്യൻ ഇന്ത്യയെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ ആൻഷ്യൻ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞത് ആദ്യം ഒരു ഫ്രെയിം വർക്ക് ആണ്. ആ ഫ്രെയിം വർക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉണ്ടാകണം, അതൊന്ന് ശ്രദ്ധിക്കാം. അത് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് എന്തും അതിലോട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, കൾച്ചറിന്റെ ചില ഭാഗങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യിപ്പിക്കാം. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യിപ്പിക്കാം? മെയിൻസിൽ ഞാൻ പറഞ്ഞതുപോലെ സിലബസും കാര്യങ്ങളും എസ്പെഷ്യലി അത് ഇന്റഗ്രേറ്റ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ മെയിൻസ് എത്തുന്ന സമയത്ത് നിങ്ങൾ ഒരു ഹിസ്റ്റോറിക്കൽ ടോൺ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ആൻസർ എക്സ്ട്രാ ഒന്ന് കളറാക്കാൻ വേണ്ടിയും അത് സഹായിക്കുന്നതാണ്. സോ ഇത്രയാണ് എനിക്ക് ഈ ഒരു പോർഷനിൽ പറയാനുള്ളത്. ഹോപ്പ് ദ സെഷൻ ഈസ് യൂസ്ഫുൾ. നോ ദ പാസ്റ്റ് ദാറ്റ് ലീഡ്സ് യു. നിങ്ങൾ നയിക്കുന്ന പാസ്റ്റ് എന്താണോ, ചരിത്രം എന്താണോ, അത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.